സംസ്ഥാനത്ത് പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ AICC പ്രഖ്യാപിച്ചു. ഐ ഗ്രൂപ്പിന് പ്രാമുഖ്യം VM സുധീരപക്ഷത്തിനും അധ്യക്ഷ സ്ഥാനം ലഭിച്ചു. ഏക വനിതാ അധ്യക്ഷയായ ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലാ അധ്യക്ഷയാകും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പിന്റെ മേധാവിത്വം തകർത്താണ് AICC ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്. 8 ജില്ലകൾ ഐ ഗ്രൂപ്പിന് ലഭിച്ചു. ആലപ്പുഴയിൽ M ലിജു, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, കണ്ണൂരിൽ സതീശൻ പാച്ചേനി എന്നിവർ അധ്യക്ഷന്മാരാകും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എ ഗ്രൂപ്പ് വിട്ട് ഐ ഗ്രൂപ്പിൽ ചേക്കേറിയ ആളാണ് സതീശൻ പാച്ചേനി. ഇവരെ കൂടാതെ ഐ ഗ്രൂപ്പുകാരായ IC ബാലകൃഷ്ണൻ MLA വയനാടും TJ വിനോദ് എറണാകുളത്തും പ്രസിഡന്റുമാരായി. എ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന പാലക്കാട് VK ശ്രീകണ്ഠൻ വഴി ഐ ഗ്രൂപ്പ് പിടിച്ചെടുത്തു. എ ഗ്രൂപ്പിന് 4 ജില്ലകൾ മാത്രം. കോഴിക്കോട് T സിദ്ദിഖ്, പത്തനംതിട്ടയിൽ ബാബു ജോർജ്, മലപ്പുറത്ത് VV പ്രകാശ് എന്നിവരാണ് എ ഗ്രൂപ്പ് അധ്യക്ഷന്മാർ. പ്രതീക്ഷിച്ചതുപോലെ സുധീരപക്ഷത്തിനും അധ്യക്ഷസ്ഥാനങ്ങൾ ലഭിച്ചു. തൃശൂരിൽ മുൻ MLA PA മാധവന് വേണ്ടി PC ചാക്കോ നടത്തിയ സമ്മർദ്ദങ്ങൾ തള്ളി സുധീരൻ നിർദ്ദേശിച്ച TN പ്രതാപനെ അധ്യക്ഷനാക്കി. ഇവിടുത്തെ ഏക കോൺഗ്രസ് MLA അനിലക്കര സുധീര വിഭാഗമായതിനാൽ തൃശൂർ ജില്ല പൂർണ്ണമായും സുധീരൻ ലഭിച്ചു. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ മേൽക്കൈയും തകർത്തു. ഇടുക്കിയിൽ ഇബ്രാഹിം കുട്ടി കല്ലാറിലൂടെ K മുരളീധര വിഭാഗവും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അധ്യക്ഷന്മാരാകുമെന്ന് പ്രതീക്ഷിച്ച PC വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും അവസാനം പുറത്തായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് നോട്ട് നിരോധനത്തെ തുടർന്നുള്ള പ്രതിസന്ധി 1 മാസം പിന്നിടുന്നു. ആസൂത്രണമില്ലാതെയുള്ള നോട്ട് നിരോധനം രാജ്യത്തെ ജനങ്ങളെ കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത്. കയ്യടി പ്രതീക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കറൻസി നയം കാരണമുണ്ടായ പ്രതിസന്ധിയിൽ നിന്നും തലയൂരാനാകാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ BJPയും കേന്ദ്ര സർക്കാരും. 1 മാസം മുമ്പ് ഇതേ ദിവസം രാത്രി 8 മണിക്കാണ് അപ്രതീക്ഷിതമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത്. कि रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे, यानी ये मुद्राएं कानूनन अमान्य होगी. കള്ളനോട്ട് തടയുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ അടിയന്തര നടപടി എന്നായിരുന്നു വിശദീകരണം. പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ജനങ്ങൾ വാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കുന്നതിനും അടിയന്തര ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കുന്നതിനുമായി പരക്കം പാഞ്ഞു. ആദ്യ ദിവസങ്ങളിലെ പരിഭ്രാന്തിക്ക് ശേഷം എല്ലാം ശരിയാകുമെന്ന് സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും പ്രതിസന്ധി 30 ദിവസം കഴിയുമ്പോഴും തുടരുകയാണ്. अडानी अंबानी क्यों नहीं लग रहे लाइन में? मोदी जी क्यों नहीं लग रहे लाइन के अंदर? बड़े बड़े नेता देश के नेता क्यों नहीं लग रहे लाइन के अंदर? जनता क्यों परेशान हो रही है? Lots and lots of people we met, tourists, have really big problems because they can't use their bank cards. Everything's stopped. കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് സർക്കാർ പുതിയ തീരുമാനം നടപ്പാക്കിയതെന്ന് മുൻ RBI ഗവർണർ രഘുറാം രാജൻ തന്നെ വിമർശിച്ചു. ഇതിനിടയിൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 24,000-ഉം ദിവസം 10,000-ഉമാക്കി ചുരുക്കി. എന്നിട്ടും പണം നൽകാൻ ബാങ്കുകൾക്കാകുന്നില്ല. വിത്തിറക്കാൻ പോലും പണമില്ലാതെ കർഷകരും നട്ടം തിരിഞ്ഞു. JD ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം സർക്കാരിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. വോട്ടെടുപ്പോടെയുള്ള ചർച്ചയ്ക്ക് കേന്ദ്രവും തയ്യാറാകാത്തതോടെ പാർലമെന്റ് സ്തംഭനവും തുടരുകയാണ്. നോട്ട് പിൻവലിക്കലിന് പിന്നാലെ 130 കോടി രൂപയുടെ പണവും ആഭരണങ്ങളുമാണ് രാജ്യത്ത് ആദായ നികുതി വകുപ്പ് പിടികൂടിയത്. പലരായി വെളിപ്പെടുത്തിയത് 2000 കോടി രൂപയും. എന്നാൽ രാജ്യത്തിന്റെ മൊത്തം വരുമാനം നിലപ്പിച്ചുള്ള ഈ നടപടിയിൽ സർക്കാരിന് ലഭിച്ചത് ഈ തുക മാത്രമെന്നത് പ്രതിപക്ഷ വിമർശനത്തിന് ആക്കം കൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അവശ്യ സാധനങ്ങൾക്ക് അസാധുവായ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന ഇളവ് സർക്കാർ നിർത്തലാക്കി. പരീക്ഷാ ഫീസുകൾ, ആശുപത്രി സേവനങ്ങൾ, റെയിൽവേ എന്നിവയുൾപ്പെടെ അവശ്യ സേവനങ്ങൾക്കുള്ള ഇളവാണ് നിർത്തലാക്കിയത്. ഈ മാസം 10-ാം തീയതി വരെ മാത്രമേ ഇനി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാകൂ. അതേസമയം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനുൾപ്പെടെ പ്ലാസ്റ്റിക് കാർഡ് ഉപയോഗിച്ചുള്ള വിനിമയങ്ങൾക്ക് കേന്ദ്ര ധനമന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിച്ചു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് 1 മാസം പ്രായം തികയുന്ന വേളയിലാണ് അത്യാവശ്യ സേവനങ്ങൾക്കുള്ള ഇളവ് കൂടി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. സർക്കാർ ഇടപാടുകൾ, ആശുപത്രി സേവനങ്ങൾ, റെയിൽവേ, പരീക്ഷാ ഫീസുകൾ എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഈ മാസം 15 വരെ ഉപയോഗിക്കാമെന്ന ഇളവാണ് സർക്കാർ വെട്ടിച്ചുരുക്കിയത്. പുതിയ തീരുമാനപ്രകാരം ഈ മാസം 10-ാം തീയതി വരെ മാത്രമേ ഈ അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാകൂ. നേരത്തെ പെട്രോൾ, വൈദ്യുതി, ജലബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള ഇളവ് ധനമന്ത്രാലയം നിർത്തലാക്കിയിരുന്നു. അതേസമയം ക്യാഷ്ലെസ് എക്കോണമി സംവിധാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിനിമയങ്ങൾക്ക് ഡിസ്കൗണ്ട് സംവിധാനം ഏർപ്പാടാക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു.
ഇതിന്റെ ആദ്യഘട്ടമെന്നോണം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെട്രോളും ഡീസലും വാങ്ങുന്നവർക്ക് 0.75% വിലക്കുറവ് നൽകും. സബർബൻ ട്രെയിനിൽ സീസൺ മന്ത്ലി ടിക്കറ്റ് എടുക്കുന്നവർക്ക് 0.5% ഡിജിറ്റൽ ഡിസ്കൗണ്ട് നൽകും. ഡിജിറ്റൽ കാർഡുകൾ ഉപയോഗിച്ചുള്ള റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന് 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും നൽകും. ദേശീയപാതകളിൽ ടോൾ ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് അടയ്ക്കുന്നവർക്ക് 10% ഇളവ് നൽകും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് 8%വും ജനറൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് 10%വും ഡിജിറ്റൽ ഡിസ്കൗണ്ട് നൽകും. 1 ലക്ഷം ഗ്രാമങ്ങളിൽ 2 POS മെഷീനുകളെങ്കിലും ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം മുതിർന്ന BJP നേതാവ് LK അദ്വാനി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനുമായി കൂടിക്കാഴ്ച നടത്തി. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിലുള്ള പ്രതിഷേധം അദ്വാനി സ്പീക്കറെ അറിയിച്ചു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുന്നതിനെതിരെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും രംഗത്തെത്തി. പാർലമെന്റിൽ ചർച്ചയും സംവാദവും തീരുമാനവും ഉണ്ടാകണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നോട്ട് പ്രതിസന്ധിക്കെതിരെ പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. നോട്ട് നിരോധനം 1 മാസം പിന്നിടുന്ന ഇന്ന് ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങൾക്കും മുദ്രാവാക്യം വിളികൾക്കുമാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. നിരോധനം മോദിയുടെ മണ്ടൻ തീരുമാനമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പേടിഎം എന്നാൽ പേ ടു മോദി എന്നാണെന്നും രാഹുൽ വിമർശിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തി. ഈ സാമ്പത്തിക വർഷത്തെ ഉപധനാഭ്യർത്ഥന ബിൽ പാസാക്കി എന്നതൊഴിച്ചാൽ ലോക്സഭയിലും രാജ്യസഭയിലും മറ്റു കാര്യപരിപാടികൾ നടന്നില്ല. പ്രധാനമന്ത്രി എത്താതെ ചർച്ചയില്ലെന്ന നിലപാടിൽ പാർട്ടികൾ ഉറച്ചു നിന്നു. എന്നാൽ സഭയിലെത്താൻ തയ്യാറാകാത്ത മോദി നോട്ട് നിരോധനത്തെ ന്യായീകരിച്ച് ട്വീറ്റ് ചെയ്തു. ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമാകുന്നതാണ് നോട്ട് നിരോധനം. ഗ്രാമീണ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും മോദി ട്വിറ്ററിലൂടെ അവകാശപ്പെട്ടു. ഈ സമയം രാജ്യസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ശോഭിച്ച് സംസാരിച്ച വെങ്കയ്യ നായിഡുവിനോട് ശാന്തനാകാൻ ചെയറിലുണ്ടായിരുന്ന അധ്യക്ഷൻ ഹമീദ് അൻസാരി പലതവണ ആവശ്യപ്പെട്ടു. സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിലെ അതൃപ്തി അറിയിച്ച BJP മുതിർന്ന അംഗം LK അദ്വാനി സ്പീക്കർ സുമിത്ര മഹാജനെ കണ്ടു. ദില്ലിയിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ സംസാരിക്കവേ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പാർലമെന്റ് തടസ്സപ്പെടുന്നതിലെ എതിർപ്പ് വ്യക്തമാക്കി. പ്രതിഷേധിക്കാനല്ല, ഭരണ സംവിധാനത്തിനാണ് പാർലമെന്റ് ഉപയോഗിക്കേണ്ടതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഓരോ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊയിലാണ്ടി നഗരസഭയിലെ വെളിയന്നൂർ ചല്ലിയിൽ വർഷങ്ങളോളം തരിച്ചുകിടന്ന ഭൂമിയിൽ വിത്തുവിതരെയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കടമ്പഴിപ്പുറത്ത് മന്ത്രി P. തിലോത്തമൻ നിർവഹിച്ചു. കോളശ്ശേരി പുത്തൻകുളം നവീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഹരിത കേരളം പദ്ധതിക്ക് ജില്ലയിൽ ആരംഭമായത്. കാസർകോട്ട് നീലേശ്വരം കോവിലകം ചിറയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. M. രാജഗോപാലൻ MLA അധ്യക്ഷത നിർവഹിച്ചു. വയനാട്ടിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എരനല്ലൂർ പനമരം ക്ഷേത്രക്കുളം നവീകരിച്ചുകൊണ്ട് പരിപാടിക്ക് ഹരിശ്രീ കുറിച്ചത്. കണ്ണൂരിൽ ചിറക്കൽ ചിറ നവീകരിച്ചുകൊണ്ടുള്ള ഹരിത കേരളം പദ്ധതി മന്ത്രി KK ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു ചടങ്ങുകൾ. മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ തല ഉദ്ഘാടനം മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല തച്ചമ്പടി കണ്ണക്കലാനിലെ പുനരുദ്ധാരണ പരിപാടിക്ക് മാത്യു T. തോമസ് തുടക്കം കുറിച്ചു. കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുത്തുരുത്തി മണ്ഡലത്തിലെ മാങ്ങാട്ടുചിറയിൽ മന്ത്രി K. രാജുവായിരുന്നു നിർവഹിച്ചത്. ഇടുക്കിയിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴ ശുചീകരിച്ച് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. മലപ്പുറത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭയിൽ മന്ത്രി KT ജലീൽ നിർവഹിച്ചു. തുടർന്ന് കുറ്റിപ്പുറം മിനി പമ്പയിൽ തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം ഉത്സവമാക്കി കളത്തറയ്ക്കൽ ഗ്രാമം. ഏലായിൽപ്പാടത്ത് മുഖ്യമന്ത്രി ഞാറ് നട്ടപ്പോൾ നാടിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു നാട്ടുകാർ. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനത്തിന് വേദിയാകുമ്പോൾ തിരുവനന്തപുരം അമരവിളയിലെ കളത്തറയ്ക്കൽ ഗ്രാമം ഉത്സവ പ്രതീതിയിലായിരുന്നു. മണ്ണിന്റെ മണമുള്ള നാടൻപാട്ടുകളുമായി അവർ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വരവേറ്റു. മൺകുടത്തിൽ തൈകൾ നൽകിയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഗാനഗന്ധർവൻ യേശുദാസ് ഹരിത കേരള ഗീതം ആലപിച്ചപ്പോൾ സദസ്സിൽ കരഘോഷം.
നാട് അഭിവൃദ്ധിയിലേക്ക് മടങ്ങുന്നതിന് ആശംസയുമായി നടി മഞ്ജു വാര്യർ എത്തിയതിലും നാട്ടുകാർക്ക് സന്തോഷം. ഏലായിൽ പാടത്ത് മുഖ്യമന്ത്രി തുടക്കമിട്ട ഞാറുനടിയിലിന് നിറഞ്ഞ മനസ്സോടെ കർഷകർ തുടർച്ചയേകി. നാട് വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് തിരിച്ചെത്തുന്നതിൽ കർഷകർക്ക് ആഹ്ലാദം. അന്നേരം കുറച്ച് ദിവസം പണികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം സന്തോഷമായിട്ട് ഈ കൃഷി ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാം എന്നുള്ള താല്പര്യം മനസ്സിലുണ്ട്. ഏലായിലിൽ 14 ഏക്കർ പാടത്താണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ടുള്ള ഹരിത കേരളം മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊല്ലയിൽ പഞ്ചായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുതിയ കാർഷിക സംസ്കാരമാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാനഗന്ധർവൻ യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി നട്ടനാറിൽ പൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നെൽക്കതിരും. അമരവിള കളത്തറയ്ക്കൽ ഏലായിൽ പാടത്ത് ഞാറുനട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിത കേരളം മിഷന് തുടക്കമിട്ടത്. നാടിനെ എല്ലാ നന്മകളോടെയും വരും തലമുറയ്ക്ക് കൈമാറാനാകണമെന്ന് മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നവകേരള മിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല. സർക്കാർ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. നമ്മളെല്ലാവരും കൂടിയാണ് നടപ്പാക്കേണ്ടത്. നാടിന്റെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മിഷന്റെ അംബാസിഡറായ ഗാനഗന്ധർവൻ യേശുദാസ് ചടങ്ങിൽ ഹരിതഗീതം ആലപിച്ചു. ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. അരുവികളിൽ തെളിനീരൊഴുകട്ടെ, എല്ലാ നാട്ടിലും തൊടിയിലും പച്ചപ്പുണരട്ടെ. ഹരിത കേരളം മിഷനിലൂടെ കേരളത്തിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാനാകുമെന്ന് നടി മഞ്ജു വാര്യർ. ഈ ഹരിത കേരളം എന്ന പദ്ധതി ഏറ്റവും ജനകീയമായ ഒരു ദൗത്യമായി, ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ദൗത്യമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നവകേരളം മിഷന്റെ ഭാഗമായാണ് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമാണ് മിഷന്റെ ലക്ഷ്യങ്ങൾ. മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊപ്പം പ്രാദേശിക തലങ്ങളിലും ഉദ്യമത്തിന് തുടക്കമായി. ക്യാമറ പേഴ്സൺസ് അഖിലേഷിനും ഷാജിലയ്ക്കുമൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.